BJP മുസ്ലിങ്ങൾക്കെതിരെയാണോ എന്ന് വിളിച്ചു പറയുന്ന സകല ആളുകളുടെയും മണ്ടക്കടിയേറ്റതുപോലെയുള്ള മറ്റൊരു കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. ദുബായ് കിരീടാവകാശി ഷെയ്ഖ് ഹംദാന് നമ്മുടെ കേരളത്തിന്റെ അഭിമാന ഫസൽക്കാരാട്ടെന്ന നിന്നെ പോലെയുള്ള പൊട്ടന്മാരാണ് ഇന്ത്യയിലുള്ള അല്ലെങ്കിൽ കേരളത്തിലുള്ള എല്ലാവരും എന്നുള്ള നിന്റെ വിചാരമാണ് നിന്നെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിച്ചത്. ഷെയ്ഖ് ഹംദാൻ വന്നത് BJPയുടെ ആസ്ഥാനത്തിലേക്കോ ഇവരുടെ ശാഖ നടക്കുന്നത് കാണാനോ ആയിട്ട് അല്ല. ഇന്ത്യ എന്ന് പറയുന്ന മതേതര രാജ്യത്തെ പ്രധാനമന്ത്രി ആയതുകൊണ്ട് അദ്ദേഹത്തെ കാണാനാണ് വന്നത്. ഇവർ ഒരിക്കലും ഹിന്ദുക്കളുടെ പ്രധാനമന്ത്രി അല്ല. ഇവർ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തിലെ പ്രധാനമന്ത്രി ആയതുകൊണ്ടാണ് അദ്ദേഹത്തിന് ആ ഒരു ബഹുമാനം മറ്റു രാജ്യങ്ങളിൽ നിന്ന് കിട്ടുന്നത്. BJP നടത്തുന്ന ഒരു സംസ്ഥാന സമ്മേളനത്തിൽ ഇതുപോലെയുള്ള ഒരാളെ കൊണ്ടുവന്നിട്ട് സംസാരിച്ചെങ്കിൽ നീ ഈ പറയുന്നതിന് ഒരു മാന്യത ഉണ്ടായിരുന്നു. BJPക്കാരുടെ കാശ് വാങ്ങിച്ചുകൊണ്ട് പൊട്ടത്തരം വിളമ്പി നടക്കുന്ന മുത്തുമണിയെ, എടാ ഊളെ, പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ഇന്ത്യയുടേതാണ്. ഈ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്ത് ഒട്ടനവധി ബിസിനസ്സുകളും കാര്യങ്ങളും ചെയ്യുന്ന പല മതവിശ്വാസികളായിട്ടുള്ള ആളുകളുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയിൽ നിന്നുള്ള ഒട്ടനവധി ഇതര മതസ്ഥരായിട്ടുള്ള ആളുകൾ ജോലി ചെയ്യുന്ന ഒരു സ്ഥലമാണ് ദുബായ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ രാജ്യങ്ങൾ തമ്മിൽ പല തരത്തിലുള്ള ബന്ധങ്ങളും ഉണ്ടാവും. അതൊരിക്കലും BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയോടുള്ള കോപ്പ് കൊണ്ട് വന്നതല്ല എന്നുള്ള ആ ഒരു ബോധം വെച്ചിട്ട് വേണം സംസാരിക്കാനായിട്ട്. പിന്നെ BJP എന്നൊരു പാർട്ടി ഇസ്ലാമിന് എതിരാണ് എന്നറിയിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്ക് എതിരാണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ആരും പറഞ്ഞു പാടി നടക്കേണ്ട കാര്യങ്ങളില്ല. BJP എന്നൊരു പാർട്ടി ഓരോ ദിവസങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങളും ഇവരുടെ ഓരോ നേതാക്കളും ഓരോ ദിവസങ്ങളും ഇറക്കുന്ന പ്രസ്താവനകളും ധാരാളമാണ്.